തുടങ്ങിയോ? ഓക്കെ ഗോയ്സ്, ഇതാണ് ടി വി എസ് എൻഡോക്ക് റേസ് SP എന്ന് പറയുന്ന ലേറ്റസ്റ്റ് മോഡൽ വണ്ടി. അപ്പോൾ ഇതിൽ വണ്ടിയുടെ ഓവറോൾ ഡിസൈനിലും കാര്യങ്ങളൊന്നും ചേഞ്ച് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും പെയിൻറ്റ് സ്കീമിലും ഗ്രാഫിക്സിലും ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ XP എന്നുള്ള പേര് എക്സ്ട്രാ പവറാണ്. പേര് പോലെ തന്നെ ഒരു ട്വീക്ക്ഡ് ആയിട്ടുള്ള എഞ്ചിനും ഇമ്പ്രൂവ്ഡ് എക്സോസ്റ്റ് സിസ്റ്റവും അതേപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ടർ സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റിലോട്ട് ക്യാപ്പിക്കാൻ വേണ്ടി ഇത് കണക്കൊന്ന് ആക്സിലേറ്റർ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ ചെറിയ പോയി കിടക്കും. അതുകൊണ്ട് നമുക്കത് സെൻട്രൽ സ്റ്റാൻഡിൻ്റെ ക്യാപ്പിക്കാൻ പറ്റും. ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ വണ്ടിയുടെ ഓണറിൻ്റെ ചേട്ടൻ. ഇനി അവൻ്റെ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലോട്ടൊക്കെ കിടക്കുന്നതിന് വണ്ടിയുടെ ഓവറാൾ ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ നോർമൽ TVS എൻഡോർക്ക് വരുന്ന ആ ഒരു പക്കാ സ്പോർട്ടി ഡിസൈനാണ് വരുന്നത്. 125cc സെഗ്മെൻറ്റിൽ ഈ ഒരു സ്കൂട്ടറിന് പ്രത്യേകിച്ച് കോമ്പറ്റീഷനും പ്രത്യേകിച്ച് ഇതിൻ്റെ അത്ര ഫാൻ ബേസുള്ള വേറെ വണ്ടി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അപ്പറിലുണ്ട്, അതൊരു കുറച്ചുകൂടി CC കൂടിയ വണ്ടിയാണ്. പക്ഷേ അതിൻ്റെ സർവീസും മെയിൻ്റനൻസും പാർട്സിൻ്റെ അവൈലബിലിറ്റിയൊക്കെ കൊണ്ട് ആ വണ്ടി കുറച്ച് ഡൗൺ ആയി നിൽക്കുകയാണ്. ആ വണ്ടിയെ കൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവരെന്തോ എടുത്ത് വെച്ച് കണക്കാണ് നോക്കുന്നത്. അതിൻ്റെ മെക്കാനിക്സും ഒക്കെ ഡിഫറൻറ്റ് ആയിട്ടാണ് തോന്നുന്നത് ആ വണ്ടി ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് പേര് എടുക്കാത്തത്. പക്ഷേ ഈ 125cc സെഗ്മെൻറ്റിൽ അത്യാവശ്യം മൈലേജും പവറും എല്ലാം തരുന്നൊരു വണ്ടിയാണ് TVS എൻഡോക്ക്. ഇതിന് തന്നെ വേറെ 3 വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്. പക്ഷേ ഇത് ഈ ഒരു വണ്ടിയിൽ മാത്രമാണ് പെയിൻറ്റ് സ്കീമും ഗ്രാഫിക്സും വ്യത്യാസമായിട്ട് പെർഫോമൻസിലും കുറച്ച് വ്യത്യാസം കൊണ്ടുവന്നേക്കുന്നത്. ഈ SP എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്ട്രാ പവറാണ്. ഇത് കുറച്ച് ട്വീക്ക്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ടർ സിസ്റ്റത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. പുതിയ എക്സോസ്റ്റ് സിസ്റ്റമാണ്. എക്സോസ്റ്റിനോട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്യാപ്പ് തരാം. അപ്പോൾ ഒരു സ്കൂട്ടർ എടുക്കാൻ നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് പവറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും TVSൻ്റെ എൻഡോക്ക്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാണിത്. ഈ ബ്ലാക്ക് എഡിഷനിൽ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഒരു ബ്ലാക്ക് പാന്തർ എഡിഷൻ ഉണ്ട്. അതാണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിൽ ആഴത്തിലിരിക്കുന്നത്. പക്ഷേ ഇതിന് അതിൻ്റെ കാട്ടി കുറച്ചുകൂടെ പവർ കൂടുതലുണ്ട്. ഈ ഒരു വണ്ടിയുടെ റിമ്മും കാര്യങ്ങളൊക്കെ റെഡ് റിമ്മാണ് വരുന്നത്. അതിൻ്റെ വണ്ടിയുടെ ലുക്കിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്നതിലേക്ക് ഫ്രണ്ടും ബാക്കും. ബാക്കി ഈ 3 കളർ കോമ്പിനേഷനിലാണ് എന്ന് വെച്ചാൽ ഒറ്റ വണ്ടി തന്നെ 3 കളർ കോമ്പിനേഷൻ, റെഡ്, ബ്ലാക്ക്, ഗ്രേ ആൻഡ് മാറ്റ് ബ്ലാക്ക്. പിന്നെ ഇടയ്ക്ക് വൈറ്റ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോക്ക് 125ൻ്റെ ബാഡ്ജിങ് ആണ്. ഒരു റെഡ് കളറിൽ നമ്മൾ എവിടെ നിന്നാലും ഈ ഒരു ബാഡ്ജിങ് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിക്കുന്ന രീതിയിലുള്ളൊരു ബാഡ്ജിങ്ങാണ് ഇതിൽ വരുന്നത്. വണ്ടി ഇപ്പോൾ കറൻ്റ് 371 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിൽ റേസിംഗ് അല്ല, 2 റൈഡ് മോഡുണ്ട്, സ്ട്രീറ്റും ഉണ്ട്, റേസും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ വണ്ടി റേസ് മോഡിലാണ് കിടക്കുന്നത്. ഈ മോഡിൻ്റെ സ്വിച്ച് താക്കുന്നതിൽ നിങ്ങൾക്കത് സ്ട്രീറ്റ് മോഡിലോട്ട് മാറ്റാൻ പറ്റും. പിന്നെ റൈഡ് സ്റ്റാറ്റസ്, ലാസ്റ്റ് ലാപ്പ് എത്ര സെക്കൻഡിലെടുത്തു, അങ്ങനത്തെ ഒരുപാട് ഇൻഫർമേഷനൊക്കെ ഇതിൽ കിട്ടും. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതേപോലെ തന്നെ വോയിസ് അസിസ്റ്റ് ഉണ്ട്. വോയിസ് അസിസ്റ്റ് എങ്ങനെയാണ് സംഭവം ഇതിൽ ഓണാക്കുന്നതെന്ന് എനിക്കും അറിയാൻ വയ്യ, ഇതിൻ്റെ ഓണറിനും അറിയാൻ വയ്യ. അപ്പോൾ നമ്മളത് എടുക്കുന്നില്ല. ഈ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്ക് ഡൗട്ട് കാണും എത്ര കിട്ടുമെന്ന്. അതൊക്കെ ഓരോരുത്തർ ഓട്ടിക്കുന്ന അനുസരിച്ച് ഇരുന്നാലും ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്ന ആവറേജ് മൈലേജ് 39ആണ്. 1-2 സർവീസൊക്കെ കഴിയുമ്പോഴേ നമ്മളെ വണ്ടി കറക്റ്റ് ഒരു പെർഫോമൻസിലോട്ടൊക്കെ എത്തുകയും മൈലേജ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ എന്തായാലും 39ആണ് കാണിക്കുന്നത്. അപ്പോൾ സർവീസൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 40-45 കിട്ടണം. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതിൻ്റെ ബ്ലാക്ക് പാന്തർ എഡിഷൻ ഉണ്ട്. അവനൊരു 45-50 റേഞ്ചാണ് കിട്ടിക്കൊള്ളുന്നത്. അതേപോലെ ആ സെയിം വണ്ടിയുള്ള വേറൊരു ഫ്രണ്ടിന് 35-32 കിട്ടിക്കൊള്ളുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ റൈഡിങ് സ്റ്റൈലും വണ്ടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ട്രിവാൻഡ്രം വരുന്നത് 1,28,000 രൂപയാണ്. 1,28,000 രൂപയ്ക്കാണ് ഈ വണ്ടി ഇറക്കിയത്. ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് 1 മാസം അടുപ്പിച്ച് അങ്ങനെ ആയിട്ടുള്ളൂ. ഈ പറഞ്ഞ 1,28,000 ഈ വണ്ടിയുടെ ഫുൾ എക്സ്ട്രാ ഫിറ്റിങ്സോട് കൂടെയാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്രണ്ടിൽ പറഞ്ഞ നമ്പർ പ്ലേറ്റിൻ്റെ ബോക്സ്, പിന്നെ ഈ ഒരു സിൽവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രില്ല്, ഫ്രണ്ടും ബാക്കും, പിന്നെ ഈ ഒരു മാറ്റ്, ഇതൊക്കെ ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 1,28,000 രൂപയ്ക്ക് കിട്ടുന്നത്. പിന്നെ ആരൊക്കെ എന്തൊക്കെ ബൈക്ക്, സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞാലും ഒരു വീട്ടിൽ ഒരു സ്കൂട്ടി ആവശ്യമാണ്. കാരണം വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ബൈക്കിനെ ആശ്രയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ സ്കൂട്ടർ ഉറപ്പായിട്ടും വേണം. സ്കൂട്ടർ എന്നൊരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള വണ്ടിയാണ് TVS എൻഡോക്ക്. പണ്ടൊക്കെ സമയത്താണെങ്കിൽ സ്കൂട്ടർ അങ്ങനെ ഒരുപാട് ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ആദ്യം സ്കൂട്ടറിലോട്ടൊരു ചെറിയെങ്കിലും ഫാൻ ബേസ് കൊണ്ടുവന്ന വണ്ടിയാണ് ഡിയോ കഴിഞ്ഞിട്ട് റേ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ റേ എന്തോ കാര്യങ്ങൾ താഴെ പോയി. പിന്നെ അതിന് ശേഷമാണ് എൻഡോർക്ക് എന്നൊരു വണ്ടി ഇറക്കിയത്. എൻഡോർക്ക് ഇറങ്ങിയതിന് ശേഷം സാധാരണ വീട്ടുകാരും അവിടെയുള്ള അമ്മമാരും ചേച്ചിമാരൊക്കെ ഇനി വണ്ടി എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു വണ്ടി ഇറങ്ങിയതിന് ശേഷം പയ്യന്മാർക്കും നമ്മുടെ ഡിയോ കൊണ്ടുവന്നപ്പോൾ ഉള്ളൊരു സെയിം എഫക്റ്റ് ഈ ഒരു വണ്ടിക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ കൂടെ തന്നെയാണ് അപ്പറിൽ ഇറങ്ങിയത്. പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അടിച്ചമർത്തപ്പെട്ടു. അതിന് കുറച്ച് വലിയ ടയറും ഏകദേശം ഒരു ബൈക്കൊക്കെ പോലെ തന്നെയാണ് അത് ഓട്ടിക്കുന്നത്. ഗിയറിലെന്നേ ഉള്ളൂ. സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിയും സർവീസ് സെൻ്ററുകളുടെ അഭാവവും അഴുക്ക സർവീസും എല്ലാം കാരണം ആ ഒരു വണ്ടി എല്ലാവരും അങ്ങ് തഴഞ്ഞു. ഇപ്പോൾ ആ വണ്ടി ഇല്ലെന്ന് തന്നെ പറയാം. അതിനുശേഷം തന്നെ ആ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ വണ്ടി കേരളത്തിൽ ഒരുപാട് വിറ്റ് പോയിട്ടുണ്ട്. കാരണം അമ്മാതിരി പവറും
ഒരു സ്പോർട്ടി ലുക്കുമാണ് ഈ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തന്നെ ഒരുപാട് ഗ്രാഫിക്സ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി ഗ്ലോസി ബ്ലാക്ക് എഡിഷൻ, പാന്തർ, അങ്ങനെ ഒരുപാട് കളർ വേരിയൻസിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ലീക്ക് ഡിസൈനിൽ തന്നെ ഈ വണ്ടി നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും. ഒരുപാട് ഗ്രാഫിക്സ് വേണമെന്നുള്ളവർക്ക് അതിലോട്ട് പോവാം. ഇൻ കേസ് ബൈക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ബൈക്ക് എടുക്കാൻ ക്യാഷ് ഇല്ലാത്തവർക്ക് ഒരു സ്കൂട്ടർ എന്ന ഓപ്ഷനിലോട്ട് പോവുകയാണ് മിക്കുള്ളവരും ഈ ഒരു സമയത്ത് പോകുന്നൊരു വണ്ടിയായിരിക്കും എൻഡോർക്ക്. 125cc തന്നെ വേറെ ഒരുപാട് സ്കൂട്ടർ ഉണ്ടെങ്കിലും ഇതിൻ്റെ അത്ര ഒരു ഫാൻ ബേസും ലുക്കുള്ള വേറെ വണ്ടി എൻ്റെ ഒരു ഒപ്പീനിയനിൽ വേറെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി ഇത്രയും സെയിലായി പോകാനും കാരണം. ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഈ പുതിയ മോഡലും ഇറക്കാനും കാരണം. ഡിസൈനിലൊന്നും ചേഞ്ച് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ഈ വണ്ടി എടുക്കാൻ ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്, അതേപോലെ ആൾക്കാരും എടുക്കും. ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഡിസ്ക് ബ്രേക്കും, ബാക്കിൽ പക്ഷേ ഡിസ്ക് അല്ല, ഡ്രം ബ്രേക്കാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു റെഡ് അലോയ് പെട്ടെന്ന് അഴുക്കാവുമെങ്കിലും നീറ്റായിട്ടൊക്കെ സൂക്ഷിക്കുന്നവർക്ക് നല്ല രീതിക്ക് ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സാധനമാണിത്. ഇതിൻ്റെ ബാക്കിലെ DRLും എല്ലാം സെയിം നമ്മുടെ ഓൾഡ് വണ്ടിയുടേതാണ്. എൻഡോർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ ഒരു സെയിം ബ്ലാക്ക് പാന്തർ എഡിഷൻ്റെ എൻഡോർക്ക് ഉണ്ടായിരുന്നു. അതാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു എൻഡോർക്കിൻ്റെ മോഡൽ ബ്ലാക്ക് പാന്തർ എഡിഷൻ. അതിനിപ്പോഴും നല്ല രീതിക്ക് ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി കോളേജിൽ എന്തോ ആവശ്യത്തിന് ഞാൻ എൻ്റെ കൂടെ വന്ന പയ്യനെ കോളേജിലാക്കിയിട്ട് നേരത്തെ കോളേജിൽ നിന്ന് ഇറങ്ങി നേരത്തെ വീട്ടിൽ പോകാൻ വേണ്ടി. അവൻ 4 മണിക്കാണ് അവിടെ കോളേജിൽ നിന്നത്. എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യില്ല, നേരത്തെ വീട്ടിൽ പോകണം എന്ന് ഇറങ്ങിയതാണ്. ജംഗ്ഷനിൽ ചെന്ന് നിന്നിട്ട് ആവശ്യമില്ലാത്തൊരു കഴപ്പിന് അവൻ്റെ വണ്ടിയിൽ ആക്സിഡൻറ്റ്. ഞാൻ ചുമ്മാ ഒന്ന് തൊട്ടതേ ഉള്ളൂ, അപ്പോഴേ കേബിൾ പൊട്ടി. പിന്നെ റോഡ് സൈഡിട്ട് അവൻ്റെ വണ്ടി മൊത്തം അഴിച്ച്. ആക്സിലേറ്റർ കേബിൾ അവൻ നേരത്തെ എടുത്ത് വണ്ടിക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടോന്ന് അവൻ അറിയാൻ തോന്നുന്നു. പിന്നെ കോൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ആട്ടോക്കാരൻ ചേട്ടൻ്റെ നിന്നാണ് ഞാൻ ഒരു ടൂളൊക്കെ വാങ്ങിച്ച് ഒരു വ്യക്തി ഫുള്ള് പൊളിച്ച് ഇട്ട് കേബിളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരുന്നു. പക്ഷേ അത് റൂട്ട് ചെയ്ത് കൊടുക്കുന്ന വഴി കയറ്റി വിടാൻ നല്ല പാടായിരുന്നു. ആ ക്രിക്കറ്റ് കളിക്ക് അവിടെ നിന്ന വഴി ഏകദേശം ഒരു 5 മണിയൊക്കെ അപ്പോൾ വിടത്തെങ്കിൽ ഞാൻ വീടെത്തിയത് പണിയെല്ലാം കഴിഞ്ഞ് 6 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ആ കോളേജ് ലൈഫ് എന്ത് രസമായിരുന്നു കോളേജ് ലൈഫ്. നമ്മൾ കണ്ടൻറ്റിൽ നിന്നൊക്കെ മാറിപ്പോകുന്നു. അത് ഞാൻ ചുമ്മാ ഈ ഒരു സാഹചര്യം വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ റോഡ് സൈഡിട്ട് അഴിച്ച് പണിയാവുന്നതേ ഉള്ളൂ. വണ്ടിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വീടെത്തിക്കാൻ വേണ്ടി അത്യാവശ്യം പണിയൊക്കെ പഠിച്ച് വയ്ക്കുന്ന നന്നായിരിക്കും. നമ്മൾ SF നോട്ട് ക്യാപ്പിക്കാൻ വേണ്ടി സെൻട്രൽ സ്റ്റാൻഡൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ബൈക്ക് പോലെ എല്ലാം ന്യൂട്രലിട്ടിട്ട് നമുക്ക് സ്കിഡിലായിട്ട് SF നോട്ട് ക്യാപ്പിക്കാം. പക്ഷേ ഈ വണ്ടി ന്യൂട്രലൊന്നുമില്ല. നമ്മൾ ചുമ്മാ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി ഒന്നില്ലെങ്കിൽ ഈ ചെറിയൽ ഒന്നില്ലെങ്കിൽ അപ്പുറത്തെ റബ്ബറും കാർഡിലോട്ട് പോകും. അതാണ് ഇപ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ എന്തായാലും പമ്പൊക്കെ ഓണേ വന്നത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിൽ കിൽ സ്വിച്ച് വരുന്നുണ്ട്. ഗൈസ്, ഇതാണ് ഇതിൻ്റെ SF നോട്ട്. അപ്പോൾ SF നോട്ടൊക്കെ കേൾപ്പിച്ച് വണ്ടി ഇടാം. പിന്നെ ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ ഞാൻ ഇടാൻ പോകുന്നില്ല, കാരണം എനിക്ക് സ്കൂട്ടർ ഓടിച്ച് അത്ര പരിചയമില്ല, ബൈക്കൊക്കെ ഓടിക്കുമെങ്കിലും. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഒരുപാട് സ്കൂട്ടറൊന്നും ഓടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ റൈഡ് റിവ്യൂ പറയാനും എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് റൈഡ് റിവ്യൂ ഇടുന്നില്ല. ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ ആയിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് സിൻസിയറായിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ കൂടുതൽ കണ്ടൻസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ റിവ്യൂ ഇതിനെപ്പറ്റി ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലോ ഇതിൻ്റെ കമൻറ്റിലോ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. വീഡിയോ എന്നിട്ട് അതേപോലെ ഇറങ്ങിപ്പോകാതെ പറ്റുമെങ്കിൽ ലൈക്ക് പിടിച്ച് എൻ്റെ ഇൻസ്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഭാഗത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവർ ബൈ ബൈ.